ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ 20-ാം തീയതി നടന്ന LPSI എക്സാമിൻ്റെ ഒരു കട്ട് ഓഫിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റ് വൈസും അതുപോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും പറഞ്ഞിരിക്കുന്ന എക്സാമുകളുടെ ഒരു അനാലിസിസാണ്. ഓക്കെ, നമുക്ക് നേരിട്ട് സെഷനിലേക്ക് പോകാം. ആദ്യം നമുക്ക് കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫുകൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സൈലം പറഞ്ഞിരിക്കുന്നത്, സൈലത്തിലെ മൻസൂർ സാർ പറഞ്ഞിരിക്കുന്നത് 42 മാർക്ക് മുതൽ 52 മാർക്ക് വരെയായിരിക്കും കട്ട് ഓഫ് എന്നാണ്. ഓക്കെ, അതുപോലെ എൻട്രി പറഞ്ഞിരിക്കുന്നത് 30 മുതൽ 50 മാർക്ക് വരെ എന്നാണ് എൻട്രി പറഞ്ഞിരിക്കുന്നത്. അഡ 247 പറഞ്ഞിരിക്കുന്നത് 40 മുതൽ 50 മാർക്ക് വരെയാണ്. അതുപോലെ എയിംസ് സ്റ്റഡി സെൻറ്റർ പറഞ്ഞിരിക്കുന്നത് 50-ന് താഴെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് എനിക്ക് അവൈലബിൾ ആയിട്ടില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് കിട്ടുന്നതനുസരിച്ച് ഞാൻ കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, തൊഴിൽ വാർത്ത എത്രയാണ്? 45 മുതൽ 60 മാർക്ക് വരെയാണ്. 45 മുതൽ 60 മാർക്ക് വരെയാണ് തൊഴിൽ വാർത്ത പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമുക്കറിയാം LPSI എക്സാം എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് വൈസാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്റ്റ് വൈസുള്ള നമ്മുടെ എക്സാമിൻ്റെ കട്ട് ഓഫ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ വർഷം 2528 പേരായിരുന്നു അപ്ലൈ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത്തവണ അത് 3860 പേരാണ് അല്ലേ. ഏകദേശം ഒരു 1100ഓളം പേര് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 42.33 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, വലിയൊരു ഇൻക്രീസ് ഇവിടെ കാണുന്നില്ല. എന്നാലും 1100ഓളം പേര്, ഏകദേശം പകുതിയോളം പേര് കൂടിയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് കട്ട് ഓഫ് അല്പം കൂടി എന്തായാലും കൂടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും എന്താണ്, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ എക്സാം വളരെ ടഫായിരുന്നു അല്ലേ. കഴിഞ്ഞ വർഷത്തേക്കാൾ എക്സാം വളരെ ടഫായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കട്ട് ഓഫ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഇത്തവണത്തെ ലിസ്റ്റ് അല്പം ചുരുക്കാനുള്ള ചാൻസും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഓക്കെ, ലിസ്റ്റ് ചുരുക്കുകയാണെങ്കിൽ എന്താണ്, കട്ട് ഓഫ് അവിടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ലിസ്റ്റ് ഇടുകയാണെങ്കിൽ അവിടെ എന്താണ്, കട്ട് ഓഫിൽ വലിയൊരു വേരിയേഷൻ വരാനുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഡിസ്ട്രിക്റ്റ് വൈസ് പറയുമ്പോൾ നമ്മളൊരു 2 റേഞ്ചിലുള്ള കട്ട് ഓഫ് പറയുന്നുണ്ട്. അതെ, നോർമൽ ലിസ്റ്റ് ആണെങ്കിലും അതുപോലെ ലിസ്റ്റ് എന്താണ് ചുരുക്കുകയാണെങ്കിലും എത്ര വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ്, ഓക്കെ, അപ്പം നമുക്ക് സാധാരണ പോലത്തെ ഒരു ലിസ്റ്റാണ് വരുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 40 മുതൽ 45 മാർക്കിനുള്ളിലായിരിക്കും കട്ട് ഓഫ് തിരുവനന്തപുരം ജില്ലയിൽ. ഓക്കെ, എന്നാൽ എന്താണ്, അല്പം ലിസ്റ്റെല്ലാം ചെറുതാക്കിയിട്ടാണ് വരുന്നതെങ്കിൽ എന്താണ്, കട്ട് ഓഫ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രം എന്താണ്, 48 മുതൽ ഒരു 55 മാർക്ക് വരെ കട്ട് ഓഫ് ഉയരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരിട്ട് ഇവിടെ ഒരു കട്ട് ഓഫ് പറയുകയാണെങ്കിൽ 40 to 55 എന്ന് പറയേണ്ടി വരും. അത് വലിയൊരു ഡിഫറൻസ് ആണ്. അങ്ങനെ പറയുന്നതിനേക്കാളും എന്താണ്, നോർമൽ ലിസ്റ്റ് ആണെങ്കിൽ 40 to 45, അല്ല ലിസ്റ്റ് ചെറുതാണ് വരുന്നതെങ്കിൽ 48 to 55, രണ്ടിനുമുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതുപോലെ മലപ്പുറം ജില്ലയിൽ വന്നിരിക്കുന്നത് നോക്കൂ. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ 8946 പേര് അപേക്ഷിച്ചപ്പോൾ ഇപ്രാവശ്യം അത് 11787 പേരാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 ആണ് അല്ലേ. 50 മലപ്പുറം ജില്ലയിലെ. ഓക്കെ, നമുക്ക് ഏകദേശം അത്ര തന്നെ പ്രതീക്ഷിക്കാം അല്ലേ. എന്താണ്, 48 to 55 അല്ലെങ്കിൽ 50 to 55 മാർക്കിനുള്ളിൽ നമുക്ക് മലപ്പുറം ജില്ലയിൽ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു 40 to 45 അല്ലേ. 40 to 45 തന്നെ മലപ്പുറം ജില്ലയിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തവണ 3562 പേരാണ് അപ്ലൈ ചെയ്തത്. ഇത്തവണ അത് 5442 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എത്രയാണ്, 46 ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ 48 to 55 തന്നെയാണ്. 48 to 55 തന്നെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ അത് അല്പം താഴ്ന്നു പോവുകയാണെങ്കിൽ ഇതേ റേഞ്ചിൽ തന്നെ ഒരു 40 to 45 എന്ന റേഞ്ചിൽ തന്നെ ഇതും വരും. അതുപോലെ പാലക്കാട് ജില്ലയിലും സെയിം തന്നെയാണ്. 40 to 45 അല്ലെങ്കിൽ 48 to 55. കൊല്ലം ജില്ലയിലും 40 to 45, കൂടുകയാണെങ്കിൽ 48 to 55 മാർക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്.
ഓക്കെ, പിന്നീട് നമ്മൾ ഒരു രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കട്ട് ഓഫ് കൂടാൻ ചാൻസ് ഉള്ള ഡിസ്ട്രിക്റ്റ്സ് ആയിരുന്നു തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കൊല്ലം. ഓക്കെ, ഇനി നമുക്ക് അല്പം കൂടിയും ലെവൽ കട്ട് ഓഫിൽ അല്പം കൂടിയും താഴോട്ട് നിൽക്കുന്ന ജില്ലകൾ ചാൻസ് ഉള്ളത് എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം. ഓക്കെ, ഈ ഒരു 5 ഡിസ്ട്രിക്ട്സാണ് കട്ട് ഓഫ് അല്പം കൂടിയും ഈ ജില്ലകളെ അപേക്ഷിച്ച് ഒരു രണ്ടാമത്തെ ഗ്രൂപ്പായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണ 2356 പേർ അപേക്ഷിച്ചപ്പോൾ ഇത്തവണ അത് 2857 പേർ, ഏകദേശം ഒരു 500 പേരോളം മാത്രമാണ് അവിടെ ഒരു ഇൻക്രീസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ അവിടെ 34 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തവണ എന്ത് പ്രതീക്ഷിക്കാം? എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം എന്നെല്ലാം പറയുമ്പോൾ അല്പം പ്രൈവറ്റ് സ്കൂളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ ഒരു 5 ജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അല്പം കൂടി വേക്കൻസി കുറവായിരിക്കും, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും കുറച്ച് കുറവായിരിക്കും അല്ലേ, മറ്റ് ജില്ലകളെ അപേക്ഷിച്ച്. ഒന്നാമത്തെ ഗ്രൂപ്പിനെ അപേക്ഷിച്ച് അല്പം കൂടി ആപ്ലിക്കേഷൻസും കുറവായിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കുന്നത് എറണാകുളം ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 38 മുതൽ 43 മാർക്ക് വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഏറ്റവും ചുരുങ്ങിയതാണ്. എന്നാൽ ലിസ്റ്റ് ചെറുതാവുകയാണെങ്കിൽ അല്പം കൂടിയും കൂടും. അതൊരു 45 to 50 മാർക്ക് വരെ, 45 to 50 മാർക്ക് വരെ വരാം. അതുപോലെ തന്നെ തൃശ്ശൂരും 38, 43, 45, 50. കണ്ണൂർ ജില്ലയിലും 38, 43, 45, 50. ഓക്കെ, ആലപ്പുഴ ജില്ലയിലും കോട്ടയം ജില്ലയിലും സെയിം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഒരു മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി, വയനാട് ജില്ലകളെ ഉൾപ്പെടുത്താം. ഓക്കെ, ഈ ഒരു ജില്ലകളിൽ എപ്പോഴും ഏറ്റവും കുറവ് കാൻഡിഡേറ്റ്സും ഏറ്റവും കുറച്ച് നിയമനങ്ങളും ഏറ്റവും കുറച്ച് കട്ട് ഓഫും വരുന്ന ജില്ലകളാണ് പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി, വയനാട്. കഴിഞ്ഞ തവണ നോക്കൂ, പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ അപേക്ഷിച്ച ആളുകൾ 1009 പേരായിരുന്നു. ഇത്തവണ അത് അല്പം കൂടിയിട്ടുണ്ട്, 2180, ഏകദേശം ഇരട്ടിയോളം വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ല കഴിഞ്ഞ തവണ 1951 പേർ അപേക്ഷിച്ചപ്പോൾ ഇത്തവണ 4585 പേരും. ഇടുക്കിയിൽ 909 ഉണ്ടായിരുന്നത് 1352 പേരും. വയനാട് 1237 പേരുള്ളത് ഇത്തവണ 1704 പേരുമാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ഓക്കെ, അവിടുത്തെ കട്ട് ഓഫ് കണ്ടില്ലേ എത്രയാണ്? 30.67, അതുപോലെ 36.33, 26.67, 32.33. ഒരു 26-35 റേഞ്ചിലാണ് അവിടെ കഴിഞ്ഞ തവണ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചേഞ്ചില്ല, ഒരു 34 മുതൽ 40 മാർക്ക് വരെ, 34 മുതൽ 40 മാർക്ക് വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും 34, 40, 34, 40 സെയിം തന്നെയാണ് വയനാടും. ഇനിയിപ്പോൾ ലിസ്റ്റ് ചെറുതാക്കി അല്പം കട്ട് ഓഫ് ഉയരുകയാണെങ്കിൽ എന്താണ് നമുക്കുള്ള ചാൻസ്? ഒരു 43 മുതൽ 48 മാർക്ക് വരെ ഉയരാനുള്ള ചാൻസും ഉണ്ട്. പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി, വയനാട് ജില്ലകളിൽ 43 മുതൽ 48 മാർക്ക് വരെ ഉയരാനും ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ചെറിയ ലിസ്റ്റാണോ വലിയ ലിസ്റ്റാണോ വരാൻ പോകുന്നത് എന്നറിയില്ല. വേക്കൻസിയുടെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും ഇനി നമുക്ക് ലിസ്റ്റ് വരാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്രയും വലിയൊരു ലിസ്റ്റ് വരാനുള്ള ചാൻസ് ഇല്ല എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ, അത് നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ള വിവരമൊന്നുമല്ല, അങ്ങനെ വരികയാണെങ്കിൽ മാത്രമായിരിക്കും ഈ വലിയ കട്ട് ഓഫ് വരുന്നത്. അല്ലെങ്കിൽ നോർമൽ ലിസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഫസ്റ്റ് തന്നിരിക്കുന്ന ഈ ഒരു ചെറിയ കട്ട് ഓഫ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്ന പോലെ അത്രയും വലിയൊരു കട്ട് ഓഫ് അല്ലേ, 45 മുതൽ 55 മാർക്ക് വരെയുള്ള ആ ഒരു കട്ട് ഓഫ് ആ ഒരു കട്ട് ഓഫ് എപ്പോഴും സേഫ് സ്കോറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ചെറിയൊരു ലിസ്റ്റ് വന്നാൽ പോലും ആ ഒരു 45 മാർക്ക് ആ ഒരു റേഞ്ചിൽ തുടങ്ങി 55 മാർക്ക് വരെയുള്ള ആളുകൾ സേഫ് സ്കോറിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ മാത്രമാണ്. ഒരു വ്യക്തിക്കും ഒരു ഫേമിനും അത്ര എക്സാക്റ്റ് ആയിട്ട് കട്ട് ഓഫ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കട്ട് ഓഫ് കൂടാം, ചിലപ്പോൾ കട്ട് ഓഫ് കുറയാം. നിങ്ങളിലുള്ള വിശ്വാസം
കളയാതെ എന്താണ് മുന്നോട്ട് പഠിച്ചു പോവുക. ഈ ഒരു ഏകദേശ സേഫ് സ്കോറിൽ നിങ്ങളുടെ മാർക്ക്, നിങ്ങൾ നേടിയ മാർക്ക് സേഫ് സ്കോറാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അടുത്ത ഘട്ടത്തിനായിട്ട് നിങ്ങൾ എന്തായാലും പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.